Hello, good morning. Welcome to Learnino. നമ്മൾ ഈ ഒരു വീഡിയോയിൽ +1 സയൻസ് ഫിസിക്സ് കീമിലേക്ക് വേണ്ടിയിട്ടുള്ള യൂണിറ്റ് 7 പ്രോപ്പർട്ടീസ് ഓഫ് ബൾക്ക് മാറ്റർ എന്നുള്ള ഒരു ടോപ്പിക്കിലുള്ള ഹീറ്റ് അതുപോലെ തന്നെ ടെമ്പറേച്ചർ ഈ രണ്ട് ടോപ്പിക്കാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഹീറ്റിൽ തന്നെ നമുക്ക് അതിൻ്റെ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. അതിൻ്റെ ലാറ്റൻ ഹീറ്റ് എന്താണ്, സ്പെസിഫിക് ഹീറ്റ് എന്താണ്, പിന്നെ അതിൻ്റെ കുറേ എക്സ്റ്റൻഷൻസുകൾ, അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ഹീറ്റ് എന്നുള്ള ഒരു ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യാനുണ്ട്. ദെൻ അതേപോലെ തന്നെ ടെമ്പറേച്ചർ എന്നൊരു ടോപ്പിക്ക് നമുക്ക് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് കോൺസെപ്റ്റ് ഓഫ് ഹീറ്റ്. അപ്പോൾ ഹീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ഹീറ്റ് എനർജി ഓഫ് എ ബോഡി ഈസ് ദ ഇന്റേണൽ എനർജി ഓഫ് ദ മോളിക്യൂൾസ് ഓഫ് ദ ബോഡി which is equal to the sum of internal kinetic energy due to molecular motion and internal potential energy due to molecular attractive forces. അപ്പോൾ ഒരു ഹീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? It is the internal energy of the molecules. ആ ഒരു ബോഡിയിൽ ഉണ്ടാകുന്ന മോളിക്യൂൾസിന്റെ ഇന്റേണൽ എനർജിനെയാണ് നമ്മൾ ഹീറ്റ് എനർജി എന്ന് പറയുന്നത്. ഓക്കെ, അത് എന്തിന് ഈക്വൽ ആണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മോളിക്കുലാർ മോഷൻ കാരണം ഉണ്ടാകുന്ന ഇന്റേണൽ കൈനറ്റിക് എനർജിക്കും അതുപോലെ തന്നെ മോളിക്കുലാർ അട്രാക്റ്റീവ് ഫോഴ്സസ് കാരണം ഉണ്ടാകുന്ന ഇന്റേണൽ പൊട്ടൻഷ്യൽ എനർജിക്കും ഈക്വൽ ആണ് ഈ പറയുന്ന ഒരു ബോഡിയുടെ ഹീറ്റ് എനർജി എന്ന് പറയുന്നത്. ഓക്കെ, A hot body has more internal energy than an identical cold body. അപ്പോൾ ഒരു ചൂടുള്ള ശരീരത്തിന് അല്ലെങ്കിൽ ഒരു ചൂടുള്ള ബോഡിക്ക് കൂടുതൽ ഇന്റേണൽ എനർജി ആയിരിക്കും. ഒരു ഐഡന്റിക്കൽ ആയിട്ടുള്ള ഒരു കോൾഡ് ബോഡിനെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഹോട്ട് ബോഡിക്ക് എന്തായിരിക്കും? മോർ ഇന്റേണൽ എനർജി ആയിരിക്കും ഉണ്ടാകുന്നത്. ഓക്കെ, when a hot body is kept in contact with a cold body, the cold body warm ups and hot body cools down. അപ്പോൾ ഒരു ചൂടുള്ള ഒരു ബോഡി നമ്മൾ ഒരു വളരെ തണുത്ത ഒരു ബോഡിയിലേക്ക് അടുത്ത് കൊണ്ട് നോക്കുകയാണെങ്കിൽ എന്താ വരുന്നത്? ഈ പറയുന്ന തണുത്ത ബോഡി ചൂടാകാനും ചൂടുള്ളത് എന്താകും? തണുക്കാനുമായിട്ട് ചാൻസസ് വരുന്നുണ്ട്. അപ്പൊ അവിടെ എന്താ നടക്കുന്നത്? എനർജി ട്രാൻസ്ഫറിംഗ് ആണ് നടക്കുന്നത്. ഹോട്ട് ബോഡിയിൽ നിന്നുള്ള കൂടുതൽ എനർജിനെ എന്ത് ചെയ്യുകയാണ്? ഈ പറയുന്ന കോണ്ടാക്റ്റിലുള്ള ആ ഒരു ബോഡിയിലേക്ക് ട്രാൻസ്ഫറിംഗ് നടക്കുകയാണ്. ഓക്കെ, അപ്പോൾ എനർജി ട്രാൻസ്ഫർ ആകുകയാണ്. ഹോട്ട് ബോഡിയിൽ നിന്ന് കോൾഡ് ബോഡിയിലേക്ക് ട്രാൻസ്ഫർ ആകുന്ന ആ ഒരു എനർജിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഹീറ്റ് എനർജി, അതല്ലെങ്കിൽ സിംപ്ലി ഹീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഹീറ്റ് എന്താണെന്നുള്ളത് അറിയാം. ഞാൻ ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഹീറ്റ് എനർജിക്കുള്ള ഒരു ഡെഫിനേഷൻ എന്ത് പറയാം? ഹീറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി വിച്ച് ഫ്ലോസ്. ഓക്കെ, ഒഴുകുന്ന ഒരു ഫോം ഓഫ് എനർജിയാണ്, അല്ലെങ്കിൽ ഫ്ലോസ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫറിങ് ആവുന്നത്. ഓക്കെ, it is the energy of random motion of molecules constituting the body. ആ ഒരു ബോഡിയിൽ ഉണ്ടാകുന്ന മോളിക്യൂൾസിന്റെ റാൻഡം എനർജി, മോഷൻ ഓഫ് മോളിക്യൂൾസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റാൻഡം മോഷനെ കുറിച്ചിട്ടാണ് നമ്മൾ ആ പറയുന്ന എനർജി, ഹീറ്റ് എനർജി എന്ന് പറയുന്നത്. ഓക്കെ, സോ വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് ഹീറ്റ് നോക്കുകയാണെങ്കിൽ SI യൂണിറ്റിലെ ജൂളും CGS എർഗും ആണ്. അപ്പൊ 1 ജൂൾ is equal to 10⁻⁷ എർഗ് എന്നാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ജൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്? when mechanical work is converted into heat ആണ്. when Joule found that mechanical work നെ നമുക്ക് ഹീറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പൊ അതിന്റെ ഇക്വേഷൻ എങ്ങനെ വരും? W/Q is equal to J ആണ്. അപ്പൊ റേഷ്യോ ബൈ W/Q, വർക്ക് ബൈ ഹീറ്റ്. Q എന്ന് പറയുന്നത് ഹീറ്റ് ആയിട്ട് എടുക്കുകയാണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു J ആണ്. ഓക്കെ, അപ്പൊ ജൂൾ എന്ന് പറയുന്നത് ഒരു മെക്കാനിക്കൽ ഈക്വലന്റ് ഓഫ് ഹീറ്റ് ആണ്. ഹീറ്റിന്റെ ഒരു മെക്കാനിക്കൽ ഈക്വലന്റ് എന്താണ് ചോദിക്കുന്നത്? J, that is joules എന്ന് പറയുന്നത്. ഓക്കെ, J is not a physical quantity but a conversion factor involved when work is converted into heat or vice versa. അപ്പോൾ J എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി അല്ല. ഓക്കെ, ജൂൾ എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി അല്ല, അതൊരു കൺവേർഷൻ ഫാക്ടർ ആണ്. അതായത് നമ്മൾ വർക്കിനെ ഹീറ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഹീറ്റ് വർക്കായിട്ടോ കൺവേർട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു കൺവേർഷൻ ഫാക്ടർ ആണ് ഈ പറയുന്ന J എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് J എന്ന് പറഞ്ഞാൽ എന്താണ്? 4.186 ജൂൾ പെർ കലോറി ആണ് വരുന്നത്. ഓക്കെ, അടുത്ത നമ്മൾ നോക്കുന്നത് തെർമൽ എക്സ്പാൻഷനെ കുറിച്ചിട്ടാണ്. ഓക്കെ, the expansion of a substance on heating is called thermal expansion of that substance. അപ്പോൾ ഒരു സബ്സ്റ്റൻസിനെ നമ്മൾ ചൂടാക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു എക്സ്പാൻഷൻ, അതായത് ആ വികസനത്തിൽ വരുന്നില്ലേ, അതിനെയാണ് നമ്മൾ തെർമൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഓൾമോസ്റ്റ് ഓൾ ദ സബ്സ്റ്റൻസ് വിച്ച് കോൺട്രാക്ട് ഓൺ ഹീറ്റിംഗ് ആൻഡ് എക്സ്പാൻഡ് ഓൺ കൂളിംഗ്. ഓക്കെ, അപ്പൊ നമുക്ക് ചൂടാക്കുമ്പോൾ അത് ഇതാകുകയും എക്സ്പാൻഡ് ചെയ്യുന്നത് കൂളിംഗിൽ നമുക്ക് അത് കൂളാക്കുക, എക്സ്പാൻഡ് ചെയ്യുകയും അതുപോലെ തന്നെ കോൺട്രാക്ട് ചെയ്യുകയും രണ്ട് പ്രോസസ് നമുക്ക് നടക്കുന്നുണ്ട് അല്ലെ. ഇനി അടുത്ത നമ്മൾ നോക്കുന്നത് ഓരോ ഇതിന്റെയാണ്, സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, ഇതിന്റെയൊക്കെ എക്സ്പാൻഷൻ ആണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പൊ സോളിഡ് എന്ന് പറയുന്നത് നമുക്കൊരു പെർഫെക്റ്റ് ആയിട്ടൊരു ഷേപ്പ് ഉണ്ട് അല്ലെ. ഒരു സോളിഡിന് എന്ന് പറയുന്നത് അതിൻ്റെതായ ഒരു ഡെഫിനിറ്റ് ആയിട്ടൊരു ഷേപ്പ് ഉണ്ട്. അത് എല്ലാ ഡയറക്ഷനിലേക്കും ഹീറ്റ് ആക്കുമ്പോൾ എല്ലാ ഡയറക്ഷനിലേക്കും എക്സ്പാൻഡ് ആകുന്നുണ്ട്. അതായത് അതിന്റെ ലെങ്ത് എക്സ്പാൻഡ് ആകും, ഏരിയ, വോളിയം, ഇങ്ങനെ എല്ലാ ഭാഗത്തേക്കും എന്താകുന്നുണ്ട്? ഇൻക്രീസ് ആകുന്നുണ്ട്. ഓക്കെ,
ഇപ്പൊ ലെങ്ത്തിലാണ് ഇൻക്രീസ് വരുന്നതെങ്കിൽ നമുക്ക് അതിനെ എന്തെന്ന് പറയാം, ലീനിയർ എക്സ്പാൻഷൻ എന്ന് പറയാം. ഇഫ് സപ്പോസ് എക്സ്പാൻഷൻ നടക്കുന്നത് ഏരിയയിലാണെങ്കിൽ ദാറ്റ് ഈസ് സൂപ്പർഫിഷ്യൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നുണ്ട്. വോളിയത്തിലാണ് ഇൻക്രീസിംഗ് വരുന്നതെങ്കിൽ അല്ലെങ്കിൽ എക്സ്പാൻഷൻ നടക്കുന്നതെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ക്യൂബിക്കൽ എക്സ്പാൻഷൻ. ഓക്കെ, ദെൻ നമുക്ക് ഈ പറയുന്ന സോളിഡിലാണ് ഇത്രയും പറയുന്ന എക്സ്പാൻഷൻസ് ഒക്കെ നമുക്ക് വരുന്നത്. ലിക്വിഡിന്റെയും ഗ്യാസസിലും പ്രത്യേകിച്ച് നമുക്ക് ഷേപ്പ് ഇല്ല അല്ലെ, ലിക്വിഡ് ഏതിലാണോ ഉൾക്കൊള്ളുന്നത് ആ ഒരു ബോട്ടിലിന്റെ ഷേപ്പ് ആയിരിക്കും, ഗ്യാസസിന് അതുപോലെ തന്നെ ഷേപ്പ് ഇല്ല. അതുകൊണ്ട് അതിന് നമുക്ക് ക്യൂബിക്കൽ ആയിട്ടോ വോളിയം എക്സ്പാൻഷൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ, അതായത് ക്യൂബിക്കൽ അല്ലെങ്കിൽ വോളിയം എക്സ്പാൻഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഗ്യാസസ് എന്ന് പറയുന്നത് ലിക്വിഡിനേക്കാൾ കൂടുതലായിട്ട് എക്സ്പാൻഡ് ചെയ്യും, ലിക്വിഡ് എന്ന് പറയുന്നത് സോളിഡിനേക്കാൾ കൂടുതലായിട്ട് എക്സ്പാൻഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു തെർമൽ എക്സ്പാൻഷൻ ഓഫ് സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഓരോന്നിനും നോക്കാം. ഓക്കെ, ആദ്യം നമുക്ക് തെർമൽ എക്സ്പാൻഷൻ ഓഫ് സോളിഡ് എന്താന്ന് നോക്കാം. അപ്പൊ ലീനിയർ എക്സ്പാൻഷൻ എന്താണ്, ആ ഒരു ലെങ്ത്തിന് ഹീറ്റിംഗ് ചെയ്യുമ്പോൾ നമുക്ക് ലെങ്ത്തിൽ ഉണ്ടാകുന്ന ആ ഒരു ഇൻക്രീസിങ്ങിനെയാണ് നമ്മൾ ലീനിയർ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു ബോഡിയുടെ ഒറിജിനൽ ലെങ്ത് എല്ലും അത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഡെൽ എല്ലും ആയിട്ടാണ് നമുക്ക് ഇൻക്രീസ് ആകുന്നത്. ഓക്കെ, ടെമ്പറേച്ചർ ഒരു ഡെൽ ടി ടെമ്പറേച്ചർ ഇൻക്രീസ് ആകുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു എക്സ്പാൻഷൻ ആണ് ഡെൽ എൽ. അപ്പൊ നമുക്ക് അതിനുള്ള ഒരു ഇക്വേഷൻ എങ്ങനെ വരും, ഡെൽ എൽ വിച്ച് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എൽ, അതുപോലെ തന്നെ ഡെൽ എൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡെൽ ടി ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, del L which is directly proportional to L del T. So alpha is equal to del L by L del T എന്ന് പറയാം. Okay, അപ്പൊ changing length by original length into change in temperature. So this is the expansion. ആൽഫയ്ക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു ആൽഫ എന്നാണ് നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുന്നത്, ലീനിയർ എക്സ്പാൻഷന്. ആൽഫയുടെ എക്സ്പാൻഷൻ അല്ലെങ്കിൽ ഒരു എക്സ്പ്രഷൻ ആണ് ചേഞ്ചിങ് ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് ഇൻറ്റു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ, ദാറ്റ് ഈസ് ഡെൽ എൽ ബൈ എൽ ഇൻറ്റു ഡെൽ ടി എന്ന് വരും. ഓക്കെ, ഇനി ഏരിയയിൽ വരുന്ന എക്സ്പാൻഷൻ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ബീറ്റ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ബീറ്റ ഈസ് ഈക്വൽ ടു ഡെൽ എസ് ബൈ എസ് ഡെൽ ടി, ദാറ്റ് ഈസ് ചേഞ്ച് ഇൻ ഏരിയ ബൈ ഒറിജിനൽ ഏരിയ ഇൻറ്റു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. അപ്പൊ ബീറ്റ എന്ന് പറയുന്നത് എന്താണ്, ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആണ്. അതിനെ നമുക്ക് കോഎഫിഷ്യന്റ് ഓഫ് ഏരിയ എക്സ്പാൻഷൻ ഓഫ് ദ സോളിഡ് എന്ന് പറയാം. അതുപോലെ തന്നെ ബീറ്റ എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്, ആ ഒരു മെറ്റീരിയലിന്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമുക്ക് ഈ ഒരു ബീറ്റ എന്നുള്ള ഒരു കോഎഫിഷ്യന്റ് ഓഫ് എക്സ്പാൻഷൻ വരുന്നത്, ഏരിയ എക്സ്പാൻഷൻ വരുന്നത്. അടുത്തത് വോളിയം ഓഫ് എക്സ്പാൻഷൻ ആണ്, ദാറ്റ് ഈസ് ഡിനോട്ടിംഗ് ആസ് ഗാമ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽ വി ബൈ വി ഡെൽ ടി. അപ്പൊ ഡെൽ വി എന്ന് പറഞ്ഞാൽ എന്താണ്, ചേഞ്ച് ഇൻ ഏരിയ ബൈ ഒറിജിനൽ ഏരിയ ഇൻറ്റു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ആണ്. അപ്പൊ ഗാമ എന്ന് പറയുന്നത് എന്താണ്, പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആണ്. അതിന് നമുക്ക് എന്ത് പറയാം, കോഎഫിഷ്യന്റ് ഓഫ് വോളിയം എക്സ്പാൻഷൻ ഓഫ് ദ സോളിഡ് എന്ന് പറയാം. അപ്പൊ ഈ വാല്യൂ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, നേച്ചർ ഓഫ് ദ മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത് മൂന്നുമാണ് നമുക്ക് വരുന്ന ആ ഒരു എക്സ്പാൻഷൻ, തെർമൽ എക്സ്പാൻഷൻസ് ഓഫ് സോളിഡ് എന്ന് പറയുന്നത്. ഇനി ഈ പറയുന്ന ആൽഫ ബീറ്റ ഗാമ തമ്മിലുള്ള ഒരു റിലേഷൻ ആണ് നമ്മൾ നോക്കുന്നത്. ആൽഫ ഇസ് ഈക്വൽ ടു ബീറ്റ ബൈ 2, അതല്ലെങ്കിൽ ബീറ്റ ഇസ് ഈക്വൽ ടു 2 ആൽഫയാണ്. ഓക്കെ, ദെൻ ആൽഫ ഇസ് ഈക്വൽ ടു ഗാമ ബൈ 3, അതല്ലെങ്കിൽ ഗാമ ഇസ് ഈക്വൽ ടു 3 ആൽഫ എന്നാണ്. അപ്പൊ ആൽഫ ഇസ് ഈക്വൽ ടു ബി ബൈ 2 ആണ്, ബീറ്റ ബൈ 2 ദാറ്റ് ഇസ് ഈക്വൽ ടു ഗാമ ബൈ 3 ആണ്. അപ്പൊ നമുക്ക് 6 ആൽഫ ഇസ് ഈക്വൽ ടു 3 ബീറ്റ ദാറ്റ് ഇസ് ഈക്വൽ ടു 2 ഗാമ. അപ്പൊ ആൽഫ ഈസ് ടു ബീറ്റ ഈസ് ടു റേഷ്യോ പറയുകയാണെങ്കിൽ 1:2:3 എന്നാണ് വരുന്നത്. ഓക്കെ, ഇതാണ് നമുക്ക് വരുന്ന ആ ഒരു എക്സ്പാൻഷന്റെ റിലേഷൻസ് വരുന്നത്. ഇനി തെർമൽ എക്സ്പാൻഷൻസിന്റെ കുറച്ച് എക്സാമ്പിൾസ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ നോക്കൂ, ഒരു റെയിൽവേ ലൈൻ ഇടുമ്പോൾ നമുക്ക് ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ടാകും അല്ലെ, രണ്ട് അയൺ റെയിലുകൾ തമ്മിൽ എന്താണ് ഒരു ഗ്യാപ്പ് വരുന്നുണ്ട്, ഒരു തെർമൽ എക്സ്പാൻഷന്റെ ഇതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ അയൺ റിം ടു ബി പുട്ട് ഇൻ എ വുഡൻ കാർട്ട്, ഒരു വുഡൻ കാർട്ടിലേക്ക് നമ്മൾ ഒരു അയൺ റിം ഇതാകുമ്പോൾ അപ്പോൾ അവളും നമുക്ക് ആ ഒരു സ്ലൈറ്റ്ലി സ്മോളർ ഡയമീറ്ററിലായിരിക്കും, ആ വീലിനേക്കാൾ ഒരു സ്ലൈറ്റ്ലി സ്മോളർ ഡയമീറ്ററിലായിരിക്കും നമുക്ക് ആ ഒരു അയൺ റിം വരുന്നത്. അതേപോലെ തന്നെ suitable space is left between the girders used for supporting bridges. ബ്രിഡ്ജുകളുടെ ആ സപ്പോർട്ടിങ്ങിന് വേണ്ടി നമ്മൾ ഗിർഡേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അവിടെ നമ്മൾ സ്യൂട്ടബിൾ ആയിട്ട് സ്പേസ് നമ്മൾ കെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ഗ്ലാസ് ടോപ്പർ ഡാംഡ് ഇൻ നെക്ക് ഓഫ് ദ ഗ്ലാസ് ബോട്ടിൽ, ആ ഒരു ഗ്ലാസ് ബോട്ടിലിന്റെ നെക്കിലായിട്ട് നമ്മൾ ഗ്ലാസ് ടോപ്പർ ഡാം ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് അത് ഈസി ആയിട്ട് നമുക്ക് ആ ഒരു നെക്ക് ഓഫ് ദ ബോട്ടിൽ റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് ഈ ആപ്ലിക്കേഷൻ തെർമൽ എക്സ്പാൻഷന്റെ ആ ഒരു ഇത് കാരണം നമുക്ക് ആപ്ലിക്കേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്ത നമ്മൾ നോക്കുന്നത് എക്സ്പാൻഷൻ ഓഫ് ലിക്വിഡ്സ് ആണ്. ലിക്വിഡുകളുടെ എക്സ്പാൻഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഫോർ ഹീറ്റിംഗ് എ ലിക്വിഡ് ഇറ്റ് ഹാസ് ടു പുട്ട് ഇൻ സം കണ്ടെയ്നർ. അപ്പൊ നമ്മൾ ആ ഒരു ലിക്വിഡ് നമുക്ക് ചൂടാക്കണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മളൊരു കണ്ടെയ്നറിൽ ഇടണം അല്ലെ. വെറുതെ നമുക്ക് വെള്ളം എടുത്ത് ചൂടാക്കാനായിട്ട് പറ്റും, അപ്പൊ ഒരു പാത്രത്തിൽ വെച്ചിട്ടാണ് നമ്മൾ ചൂടാക്കുന്നത്. അപ്പൊ ലിക്വിഡ് ഹീറ്റ് ആകുമ്പോൾ എന്താവും, കണ്ടെയ്നറും എക്സ്പാൻഡ് ആകും. ഓക്കെ, അപ്പൊ കണ്ടെയ്നർ എക്സ്പാൻഡ് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് അതിനെ എന്ത് പറയാം, എക്സ്പാൻഷൻ ഓഫ് ലിക്വിഡ് എന്ന് പറയാം. ആക്ച്വൽ ആയിട്ട് നമുക്ക് കണ്ടെയ്നറും കൂടി എക്സ്പാൻഡ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ആ ഒരു എക്സ്പാൻഷനെ നമുക്ക് അപ്പാരന്റ് എക്സ്പാൻഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, കണ്ടെയ്നർ ചൂടാകാതെ അല്ലെങ്കിൽ എക്സ്പാൻഡ് ചെയ്യാതെ ഉള്ള ആ ഒരു എക്സ്പാൻഷനെ പറയുന്നത് എക്സ്പാൻഷൻ ഓഫ് ലിക്വിഡ് എന്നാണ് പറയുന്നത്. ഇഫ് കണ്ടെയ്നർ കൂടി എക്സ്പാൻഡ് ആകുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് അപ്പാരന്റ് എക്സ്പാൻഷൻ ഓഫ് ലിക്വിഡ് എന്നാണ് പറയുന്നത്.
ഓക്കെ, അപ്പൊ അതിനുള്ള ഇക്വേഷൻ ആണ് ഗാമ ആർ ഇസ് ഈക്വൽ ടു റിയൽ, അതായത് വരുന്നത് ഓക്കെ, നമുക്ക് നോർമൽ ആയിട്ട് വരുന്ന എക്സ്പാൻഷൻ റിയൽ ഇൻക്രീസ് ഇൻ വോളിയം ബൈ ഒറിജിനൽ വോളിയം ഇൻടു റൈസ് ടെമ്പറേച്ചർ ആണ്. ആൽഫ ആർ അല്ലെങ്കിൽ ഗാമ ആർ എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് ഓഫ് റിയൽ എക്സ്പാൻഷൻ ഓഫ് ലിക്വിഡ് ആണ് വരുന്നത്. ഓക്കെ, ഇതിനെ നമുക്ക് അപ്പാരന്റിന്റെ കാര്യത്തിൽ വരുമ്പോൾ ഗാമ എ എന്ന് വരും. സോ അപ്പാരന്റ് ഇൻക്രീസ് ഇൻ വോളിയം ബൈ ഒറിജിനൽ വോളിയം ഇൻടു റൈസിംഗ് ടെമ്പറേച്ചർ. അപ്പോൾ ഗാമ എ എന്ന് പറയുന്നത് എന്താണ്? കോഎഫിഷ്യന്റ് ഓഫ് അപ്പാരന്റ് റിയൽ എക്സ്പാൻഷൻ ഓഫ് ലിക്വിഡ് ആണ്. ഓക്കെ, സോ ഗാമ ആർ ഇസ് ഈക്വൽ ടു ഗാമ എ പ്ലസ് ഗാമ ജി ആണ്. ഗാമ ജി എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്പാൻഷൻ ഓഫ് ദ കണ്ടെയ്നർ, വോളിയം ഓഫ് എക്സ്പാൻഷൻ ഓഫ് കണ്ടെയ്നർ ആണ്. ഇത് ഇവർ തമ്മിലുള്ള ഒരു റിലേഷൻ ആണ് നമുക്കിവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്ത് നമ്മൾ നോക്കുന്നത് എക്സ്പാൻഷൻ ഓഫ് ഗ്യാസസ്, ഗ്യാസുകളുടെ എക്സ്പാൻഷൻ എങ്ങനെയാണെന്നാണ്. ഓക്കെ, അപ്പൊ ഒരു ഓർഡിനറി ടെമ്പറേച്ചറിൽ ഗ്യാസസ് എന്ന് പറയുന്നത് എക്സ്പാൻഡ് ആയിരിക്കും. ഓക്കെ, സോളിഡിനേക്കാളോ അല്ലെങ്കിൽ ലിക്വിഡിനേക്കാൾ കൂടുതലായിട്ട് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. Okay, but the coefficient of volume expansion in relatively independent of the temperature for solid and liquids, but it is independent on the temperature for gases. അപ്പോൾ ഒരു വോളിയം എക്സ്പാൻഷന്റെ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് ആ ഒരു ടെമ്പറേച്ചർ, അതായത് സോളിഡിന്റെ ലിക്വിഡിന്റെ ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡബിൾ അല്ല, എന്നാൽ ഗ്യാസിന്റെ ടെമ്പറേച്ചറിന് ഡിപ്പെൻഡബിൾ ആണ്. എന്ത്? കോഎഫിഷ്യന്റ് ഓഫ് വോളിയം എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഐഡിയൽ ഗ്യാസിന്റെ ഗ്യാസ് ഇക്വേഷൻ നമുക്കറിയാം, PV = nRT എന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ ഒരു കോൺസ്റ്റന്റ് പ്രഷർ പിയിലാണ്. ഡെൽ വി എന്ന് പറയുന്നത് ആ ഒരു ചേഞ്ച് ഇൻ വോളിയം, ഡെൽ ടി എന്ന് പറയുന്നത് ഒരു ചേഞ്ച് ഇൻ ടൈമും ആണ്. അപ്പോൾ നമുക്ക് എന്ത് വരും? P into del V is equal to NR into del T എന്ന് പറയും. അപ്പോൾ ഈ ഒരു സെക്കൻഡ് ഇക്വേഷൻ ഫസ്റ്റ് ഇക്വേഷനിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? del V by V is equal to del V by T, that is 1 by T is equal to del V by V delta T, which is equal to gamma. അപ്പോൾ നമ്മൾ പറഞ്ഞു ഗാമ എന്ന് പറയുന്നത് it is depending on the temperature, അല്ലേ? coefficient of volume expansion എന്ന് പറയുന്നത് which is depending in the cases of a gas. Okay, അടുത്തൊരു ടോപ്പിക് ആണ് സ്പെസിഫിക് ഹീറ്റ്. എന്താണ് സ്പെസിഫിക് ഹീറ്റ് എന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ the specific heat of the material of a substance may be defined as the amount of heat required to raise the temperature of unit mass of substance through 1 degree Celsius. ഒരു യൂണിറ്റ് മാസ് ഉള്ള ഒരു സബ്സ്റ്റൻസിന്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് ഇൻക്രീസ് ആക്കുന്നതിന് ആവശ്യമായ ഹീറ്റ് ആണ് സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന് ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എന്താണ്? സി ആണ്. അപ്പൊ amount of heat എന്ന് പറയുന്നത് del Q ആണ്. നീഡ് ടു ഇൻക്രീസ് ആക്കാനുള്ളത് ഡെൽറ്റ ആണ്. മാസ് എന്താണ്? എം ആണ്. ടെമ്പറേച്ചർ ഡെൽറ്റ ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു സ്പെസിഫിക് ഹീറ്റിന്റെ ഇക്വേഷൻ എന്താണ്? C is equal to del Q by M into delta T ആണ്. അതിന്റെ യൂണിറ്റ് ആണ് J കിലോഗ്രാം പെർ 1, അതുപോലെ തന്നെ K പവർ -1. അതായത് kg എന്ന് പറയുന്നത് മാസിന്റെ യൂണിറ്റും കെൽവിൻ എന്ന് പറയുന്നത് എന്താണ്? ടെമ്പറേച്ചറിന്റെ യൂണിറ്റും ആണ്. ഇതിന്റെ ഹീറ്റിന്റെ യൂണിറ്റ് എന്താണ്? ജൂൾ ആണ് വരുന്നത്. ഓക്കെ, ഇത് SI യൂണിറ്റിലുള്ള അതാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ സ്പെസിഫിക് ഹീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു യൂണിറ്റ് മാസ് ഉള്ള സബ്സ്റ്റൻസിന്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് ഇൻക്രീസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു ഹീറ്റ് എന്താണോ ദാറ്റ് ഈസ് കോൾഡ് സ്പെസിഫിക് ഹീറ്റ്. ഓക്കെ, the molar specific heat of the material of a substance is defined as the amount of heat required to raise the temperature of 1 mole of substance. അപ്പോൾ ഒരു 1 mole of substance ഉള്ള ആ ഒരു സബ്സ്റ്റൻസിന്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 1 കെൽവിൻ ഇൻക്രീസ് ആകുന്നതിന് ആവശ്യമായ ആ ഒരു ടെമ്പറേച്ചറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മോളാർ സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അതിന് വരുന്ന ഇക്വേഷൻ ആണ് del Q is equal to mu C del T എന്ന് വരും. ഓക്കെ, mu എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ ഓഫ് ദ mu molecules, അതായത് നമ്പർ ഓഫ് molecules ആണ് നമ്മൾ പറയുന്നത്. ഓക്കെ, then specific heat of the substance എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്? ആ സ്റ്റേറ്റ് ഓഫ് ദ സബ്സ്റ്റൻസ്, അതായത് സോളിഡ് ആണോ ലിക്വിഡ് ആണോ ഗ്യാസ് ആണോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നമുക്ക് ഈ ഒരു സ്പെസിഫിക് ഹീറ്റ് ഓഫ് ദ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. ഓരോന്നിനും ഡിഫറെന്റ് ആണ്. ഓക്കെ, അതേപോലെ തന്നെ സ്പെസിഫിക് ഹീറ്റ് ഓഫ് എ സബ്സ്റ്റൻസ് അറ്റ് ഇറ്റ്സ് മെൽറ്റിംഗ് പോയിന്റ് അല്ലെങ്കിൽ ബോയിലിംഗ് പോയിന്റ് അല്ലെങ്കിൽ ഐസോതെർമൽ ചേഞ്ച് എന്ന് പറയുന്നത് ഇൻഫൈനൈറ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ സ്പെസിഫിക് ഹീറ്റ് ഓഫ് ദ സബ്സ്റ്റൻസ് എന്തിന് പോകുന്നുണ്ട്? അഡിയാബാറ്റിക് ചേഞ്ച് ഇൻ 0 വരുന്നുണ്ട്. അഡിയാബാറ്റിക് ചേഞ്ചസ് നമുക്ക് 0 ആണ് ഒരു സ്പെസിഫിക് ഹീറ്റ് ഓഫ് ദ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അത്രയാണ് നമുക്ക് സ്പെസിഫിക് ഹീറ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ളത്. അടുത്ത നമ്മൾ നോക്കുന്നത് ഹീറ്റ് കപ്പാസിറ്റി ഓർ തെർമൽ കപ്പാസിറ്റി. ഓക്കെ, ഹീറ്റ് കപ്പാസിറ്റി അല്ലെങ്കിൽ തെർമൽ കപ്പാസിറ്റി. അപ്പോൾ ഒരു തെർമൽ കപ്പാസിറ്റി ഓഫ് ദ ബോഡി എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ amount of heat required to raise the temperature of the body through 1 degree Celsius. അപ്പോൾ ഒരു ബോഡിയുടെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് ഇൻക്രീസ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഹീറ്റ് എന്താണോ ദാറ്റ് ഈസ് കോൾഡ് ഹീറ്റ് കപ്പാസിറ്റി ഓർ തെർമൽ കപ്പാസിറ്റി. അപ്പൊ അതിന് നമുക്ക് എങ്ങനെ പറയാം? MC that is equal to mu C equal to Q by del T ആണ്. ഓക്കെ, അപ്പൊ തെർമൽ കപ്പാസിറ്റി ഓഫ് ദ ബോഡി എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? മാസും അതുപോലെ തന്നെ ബോഡിയുടെ നേച്ചറിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, then water equivalent. If the thermal capacity of the body is expressed in terms of mass of water, ഒരു ബോഡിയുടെ തെർമൽ കപ്പാസിറ്റി നമ്മൾ അതിന്റെ മാസ് ഓഫ് വാട്ടറിലാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അതിനെ എന്തെന്ന് പറയാം? ഇറ്റ് ഈസ് കോൾഡ് വാട്ടർ ഈക്വലന്റ് ഓഫ് ദ ബോഡി എന്ന് പറയാം.
ഓക്കെ. അപ്പൊ അതെന്താ വരുന്നത്? W is equal to C into M ആണ്. വാട്ടർ ഈക്വലന്റ് ഓഫ് ദ ബോഡി എന്ന് പറഞ്ഞാൽ എന്താണ്? V1 സെയിം amount of heat has to be the body, changes of the temperature of water through the same range as that of the body ആയിരിക്കും. ഓക്കെ. സോ W is equal to CM ആണ് നമുക്ക് വരുന്ന വാട്ടർ ഈക്വലന്റ് എന്ന് പറയുന്നത്. ഓക്കെ. Then specific heat of a gas. Specific heat of gas എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ which is the amount of heat energy required to raise the temperature of 1 gram of gas through a unit degree shall not have a single or unique value. അപ്പോൾ ഒരു സ്പെസിഫിക് ഒരു ഇതിന്റെ ടെമ്പറേച്ചർ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? 1 gram ഓഫ് ടെമ്പറേച്ചർ നമ്മൾ ഒരു 1 gram ഓഫ് ഇതിലുള്ളതിനെ നമ്മൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാണ് ഒരു യൂണിറ്റ് ഡിഗ്രിയിലേക്ക്. ചിലപ്പോൾ അത് സെയിം സിംഗിൾ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു യൂണിക് വാല്യൂ ഉള്ളതായിരിക്കാം. അതാണ് സ്പെസിഫിക് ഹീറ്റ് ഓഫ് ഗ്യാസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഒരു ഗ്യാസിന്റെ സ്പെസിഫിക് ഹീറ്റ് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ആ ഒരു കണ്ടീഷൻ, ഗ്യാസ് ഹീറ്റ് ആക്കുന്ന ആ ഒരു കണ്ടീഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വരുന്നത്. ഓക്കെ. ആ വാല്യൂ നമുക്ക് 0 ആകാം, അല്ലെങ്കിൽ ഇൻഫിനിറ്റി ആകാം, അതല്ലെങ്കിൽ പോസിറ്റീവോ നെഗറ്റീവോ എന്ത് വേണമെങ്കിലും ആകാം ഈ ഒരു സ്പെസിഫിക് ഹീറ്റ് ഓഫ് ഗ്യാസ് എന്ന് പറയുന്നത്. ഓക്കെ. Then specific heat of gas at constant volume. ഒരു കോൺസ്റ്റന്റ് വോളിയത്തിൽ വരുന്ന ഗ്യാസിന്റെ സ്പെസിഫിക് ഹീറ്റ്. It is defined as the amount of heat energy required to raise the temperature of 1 gram of gas through 1 degree Celsius or 1 K when the volume of gas is kept constant. ഒരു 1 gram ഉള്ള ഗ്യാസിന്റെ വോളിയം കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ട് അതിന്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 1 കെൽവിൻ ഇൻക്രീസ് ആകുന്നതിന് ആവശ്യമായിട്ടുള്ള ആ ഒരു ഹീറ്റിന്റെ എമൗണ്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്പെസിഫിക് ഹീറ്റ് ഓഫ് ഗ്യാസ് അറ്റ് കോൺസ്റ്റന്റ് വാല്യൂ. ഓക്കെ. ദാറ്റ് ഈസ് ഡിനോട്ടഡ് ആസ് CV. അപ്പൊ അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ആണെങ്കിൽ നമുക്ക് എന്തായിരിക്കും? നമ്മളിപ്പോ തൊട്ട് മുമ്പത്തെ കേസിൽ നമ്മൾ പറഞ്ഞത് വോളിയം കോൺസ്റ്റന്റ് ആയിട്ടാണ് വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ പ്രഷർ കോൺസ്റ്റന്റ് ആക്കി വെച്ച് 1 gram ഓഫ് ഗ്യാസിന്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് ഇൻക്രീസ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ആ ഒരു ടെമ്പറേച്ചറിന്റെ ഹീറ്റ് എനർജിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കോൺസ്റ്റന്റ് പ്രഷർ. ദാറ്റ് ഈസ് സ്പെസിഫിക് ഹീറ്റ് ഓഫ് ഗ്യാസ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ, CP. ഓക്കെ. ഇനി അടുത്ത നമ്മൾ നോക്കുന്നത് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ആണ്. ഓക്കെ. നമുക്കറിയാം there are 3 states ആണ്. എന്തൊക്കെയാണ് വരുന്നത്? ലിക്വിഡ്, സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് അല്ലെ? അപ്പൊ സെയിം മാറ്റർ ക്യാൻ എക്സിസ്റ്റ് ഇൻ ഓൾ 3 phases അണ്ടർ ഡിഫറെന്റ് കണ്ടീഷൻസ് ഓർ ടെമ്പറേച്ചർ ഓർ പ്രഷർ. അപ്പൊ ഈ പറയുന്ന സെയിം മാറ്ററിന് ഈ പറയുന്ന 3 കേസസിലും നമുക്ക് പറ്റും അല്ലെ? അത് ഓരോരോ കണ്ടീഷൻസിനനുസരിച്ചിട്ട് ടെമ്പറേച്ചറിന്റെയോ പ്രഷറിന്റെയോ ഒക്കെ അതിന്റെ കണ്ടീഷൻസിനനുസരിച്ച് നമുക്ക് എന്താ പറയുന്നത്? 3 ഫേസസിലും നമുക്ക് കാണാൻ പറ്റുന്നതാണ് പറയുന്നത്. ഓക്കെ. The process of change from one state to another at a constant temperature is called change of phase. അപ്പോൾ ഒരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ ഒരു സ്റ്റേറ്റിൽ നിന്നും വേറൊരു സ്റ്റേറ്റിലേക്ക് മാറ്റുന്ന ആ ഒരു പ്രോസസ് ഓഫ് ചേഞ്ചിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ചേഞ്ച് ഓഫ് ഫേസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ അതിനെ നമുക്ക് എന്ത് പറയാം? എക്സ്ചേഞ്ച് ഓഫ് ഹീറ്റ് എന്ന് വേണമെങ്കിലും പറയാൻ പറ്റും. ഓക്കെ. അപ്പൊ നമുക്ക് ഈ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് ഓക്കെ ഇപ്പൊ നമുക്ക് ഓരോ സ്റ്റേറ്റിൽ നിന്നും വേറൊരു സ്റ്റേറ്റിലേക്ക് നമുക്ക് അതിനെ ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു ഫിഗറിൽ നോക്കൂ. ആദ്യം നമുക്ക് സോളിഡ് ആണുള്ളത്. അതിന് ആ ഒരു സബ്ലിമേഷൻ പ്രോസസ് വഴി നമുക്ക് ഗ്യാസ് ആക്കാൻ പറ്റും അല്ലെ? ഗ്യാസ് വീണ്ടും സോളിഡിഫിക്കേഷൻ പ്രോസസ് വഴി സോളിഡ് ആകും. അതായത് സോളിഡിനെ മെൽറ്റ് ചെയ്താൽ നമുക്ക് ലിക്വിഡ് ആകാം അല്ലെ? ലിക്വിഡ് വീണ്ടും വേപ്പറൈസ് ചെയ്താൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ആകുന്നതനുസരിച്ചാണ്. സോളിഡ് നമ്മൾ ടെമ്പറേച്ചർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മെൽറ്റ് ആകും, then ലിക്വിഡ് ആകും. ലിക്വിഡ് വീണ്ടും നമ്മൾ ചൂടാക്കിയിട്ടുണ്ടെങ്കിൽ എന്താകും? വേപ്പറൈസേഷൻ ആകും. അപ്പൊ വേപ്പറൈസേഷൻ പ്രോസസിന്റെ റിസൾട്ട് ആയിട്ട് ഗ്യാസ് ആകുന്നുണ്ട് അല്ലെ? അഗൈൻ ഈ ഗ്യാസിനെ കണ്ടൻസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലിക്വിഡ് ആകും. അഗൈൻ ഈ ലിക്വിഡിനെ വീണ്ടും നമ്മൾ ഫ്രീസ് ചെയ്യുകയാണെങ്കിൽ then it becomes to solid. ഓക്കെ. അപ്പൊ സോളിഡ് ഗ്യാസ് ആകുന്ന പ്രോസസ്സിനെ പറയുന്നതാണ് സബ്ലിമേഷൻ. then ഗ്യാസ് അഗൈൻ സോളിഡ് ആയിട്ട് മാറുന്നതിനെ സോളിഡിഫിക്കേഷൻ എന്ന് പറയാം. ഓക്കെ. അതാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. The change from solid to liquid phase is known as melting, while the reverse change from solid to called freezing. അല്ലെ? സോ മെൽറ്റിങ്ങും ഫ്രീസിങ്ങും. അപ്പൊ സോളിഡും ലിക്വിഡും മാത്രമാണ് ഇവിടെ വരുന്നത്. അപ്പൊ ലിക്വിഡ് വേപ്പർ ആകുന്നതിന് വേപ്പറൈസേഷൻ എന്നും തിരിച്ചു വരുന്നതിന് നമുക്ക് എന്താ പറയാം? കണ്ടൻസേഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ. ഇതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ള ടോപ്പിക് ആണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് വായിച്ചു പോകുന്നേ ഉള്ളൂ. The direct change from solid to vapor is called sublimation. അതേപോലെ തന്നെ റിവേഴ്സ് നമുക്ക് എന്താ പറയാം? സോളിഡിഫിക്കേഷൻ എന്ന് പറയാം. ഓക്കെ. ദെൻ നമുക്ക് ഇനി മെൽറ്റിംഗ് പോയിന്റും വരുന്നുണ്ട്, ഫ്രീസിംഗ് പോയിന്റും വരുന്നുണ്ട്. The constant temperature at which the solid changes to liquid are called melting point. അപ്പോൾ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ സോളിഡ് ലിക്വിഡ് ആയിട്ട് മാറുന്ന ആ ഒരു ഇതിനെയാണ് നമ്മൾ ആ ഒരു ടെമ്പറേച്ചറിനെയാണ് നമ്മൾ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ഈ പറയുന്ന ലിക്വിഡ് സോളിഡ് ആയിട്ട് തിരിച്ച് റിട്ടേൺ ആകുന്ന ആ ഒരു പ്രോസസ്സിനെ അല്ലെങ്കിൽ ആ ഒരു ടൈമിനെ എന്താ പറയുന്നത്? ഫ്രീസിംഗ് പോയിന്റ് എന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പൊ ഹീറ്റ് എനർജി ഡ്യൂറിംഗ് മെൽറ്റിംഗ് ടൈമിൽ ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്യുകയും ഫ്രീസിംഗ് ആകുന്ന സമയത്ത് എന്താ ചെയ്യുന്നത്? ഹീറ്റിനെ റിജക്ട് ചെയ്യും, അതായത് പുറത്തേക്ക് തള്ളുകയാണ് ചെയ്യുന്നത്. ഓക്കെ. ഒരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിലായിരിക്കും ഈ പറയുന്ന
പ്രോസസ്സുകൾ നടക്കുന്നത്. ആ ഒരു ടെമ്പറേച്ചറിനാണെങ്കിൽ ആ ഒരു ടൈമിങ്ങിനാണ് മെൽറ്റിംഗ് പോയിന്റ് അതല്ലെങ്കിൽ വേറെ ഇതിൽ ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, മെൽറ്റിംഗ് പോയിന്റ്, സോളിഡിന്റെ മെൽറ്റിംഗ് പോയിന്റ് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ്റ്റേണൽ പ്രഷറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അതിലുണ്ടാകുന്ന ഇംപ്യൂരിറ്റീസിനെയും പ്രസൻസ് ഓഫ് ഇംപ്യൂരിറ്റീസിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എഫക്ട് ഓഫ് പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ദ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് കോൺട്രാക്ട് ഓൺ മെൽറ്റിംഗ് അല്ലെ, ഡിക്രീസ് ബൈ ദ ഡിക്രീസ് ഇൻ പ്രഷർ. പ്രഷർ ഡിക്രീസ് ആകുമ്പോൾ ആ ഒരു മെൽറ്റിംഗ്, ആ ഒരു കോൺട്രാക്ട് റെഡ്യൂസ് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതല്ലെങ്കിൽ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ദ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു മെൽറ്റിംഗിന്റെ സമയത്ത് എക്സ്പാൻഡ് ആകുമ്പോൾ പ്രഷർ ഇൻക്രീസ് ആകുമ്പോൾ അത് വീണ്ടും എക്സ്പാൻഡ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പൊ പ്രഷറിനനുസരിച്ച് ഈ മെൽറ്റിംഗ് പോയിന്റിൽ വേരിയേഷൻസ് വരുന്നുണ്ട്. അതേപോലെ ഇംപ്യൂരിറ്റീസിൽ അത് ഒരു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ പറയുന്ന ഇംപ്യൂരിറ്റിയുടെ അളവ് കൂടുകയാണെങ്കിൽ മെൽറ്റിംഗ് പോയിന്റ് ചിലപ്പോൾ റെഡ്യൂസ് ആകാനോ അല്ലെങ്കിൽ ഡിക്രീസ് ആകാനോ ഇൻക്രീസ് ആകുന്നതിനോ ചാൻസസ് വരുന്നുണ്ട്. ഓക്കെ, അടുത്തത് ബോയിലിംഗ് പോയിന്റും കണ്ടൻസേഷൻ പോയിന്റും ആണ്. അപ്പൊ നമ്മൾ ഇനി ലിക്വിഡും ഗ്യാസും തമ്മിലുള്ള ഒരു ഇതാണ് വരുന്നത്. അപ്പൊ ബോയിലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലിക്വിഡ് ഗ്യാസ് ആകുന്ന ആ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ, വേപ്പർ ആയിട്ട് ആ ഒരു വേപ്പറൈസേഷൻ പ്രോസസ്സ് കഴിഞ്ഞ് വരുന്ന ആ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിലാണ് എന്താണ് നമുക്ക് ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. കണ്ടൻസേഷൻ എന്ന് പറഞ്ഞാൽ ഗ്യാസിനെ നമ്മൾ തിരിച്ച് വീണ്ടും ലിക്വിഡ് ആക്കുന്ന ആ ഒരു ഇതിനെയാണ്. അപ്പൊ ആ ഒരു ടൈമിങ്ങിൽ വരുന്ന ഒരു പർട്ടിക്കുലർ പോയിന്റ് ടെമ്പറേച്ചറിനെയാണ് നമ്മൾ കണ്ടൻസേഷൻ പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ വേപ്പറൈസേഷനിൽ ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്യുകയാണ് ചെയ്യുന്നത്, തിരിച്ച് കണ്ടൻസേഷൻ പ്രോസസ്സിൽ ഹീറ്റ് എനർജിനെ റിലീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ബോയിലിംഗ് പോയിന്റും കണ്ടൻസേഷൻ പോയിന്റും. അടുത്തൊരു ഹീറ്റ് ആണ് ലാറ്റന്റ് ഹീറ്റ് എന്ന് പറയുന്നത്. ലാറ്റന്റ് ഹീറ്റ് എന്താന്ന് നോക്കാലോ. The heat of the amount of heat energy required to change the state of a unit mass of the substance from solid to liquid or from liquid to gas vapor without any change in temperature. ടെമ്പറേച്ചറിൽ പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നും വരുത്താതെ ഒരു യൂണിറ്റ് മാസ് ഉള്ള ഒരു സബ്സ്റ്റൻസ് സോളിഡിൽ നിന്ന് ലിക്വിഡിലേക്കോ അതല്ലെങ്കിൽ ലിക്വിഡ് ടു ഗ്യാസിലേക്കോ ചേഞ്ച് ചെയ്യുന്ന ആ ഒരു ടെമ്പറേച്ചർ അല്ലെങ്കിൽ ആ ഒരു ഹീറ്റ്, നമുക്ക് ആവശ്യം വരുന്ന ആ ഒരു ഹീറ്റിനെയാണ് നമ്മൾ ലാറ്റന്റ് ഹീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു യൂണിറ്റ് മാസ് ഉള്ള സബ്സ്റ്റൻസിനെ നമുക്ക് സോളിഡ് ടു ലിക്വിഡ് അതല്ലെങ്കിൽ ലിക്വിഡ് ടു ഗ്യാസിലേക്ക് വേപ്പർ മാറ്റുകയാണ് ടെമ്പറേച്ചറിൽ ചേഞ്ചസ് ഒന്നും വരുത്താതെ. ആ ഒരു ഹീറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ലാറ്റന്റ് ഹീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് അൺഅഫക്റ്റഡ് ആണ്, റിമൈൻസ് അൺഅഫക്റ്റഡ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത് അല്ലേ. Thus, thermometer fails to detect the change in state as there is neither rise or fall in temperature during the change. അപ്പൊ ഈ ഒരു സമയത്ത് നമുക്ക് പ്രത്യേകിച്ച് ടെമ്പറേച്ചറിൽ ചേഞ്ചസ് ഒന്നും വരാത്തത് കൊണ്ട് ഈ ലാറ്റന്റ് ഹീറ്റ് നമുക്ക് തെർമോമീറ്ററിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ഒരു ഹീറ്റ് എനർജി സ്പെൻഡ് ഇൻ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ഈസ് കോൾഡ് ലാറ്റന്റ് ഹീറ്റ്. ഇറ്റ് ഈസ് ഹിഡൻ ഫ്രം ദ തെർമോമീറ്റർ. അപ്പൊ നമുക്ക് ഈ ഒരു ലാറ്റന്റ് ഹീറ്റ് നമുക്ക് തെർമോമീറ്ററിൽ കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല. ഓക്കെ, അതിനുള്ള ഒരു ഇക്വേഷൻ ആണ് ലാറ്റന്റ് ഹീറ്റ് L is equal to quantity of the heat by mass of substance ആണ് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഹീറ്റിന്റെ ട്രാൻസ്ഫറിങ് നടക്കുന്നുണ്ട്. എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ്. ഓക്കെ, ഫസ്റ്റ് പ്രോസസ് ആണ് കണ്ടക്ഷൻ. ഓക്കെ, കണ്ടക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? The process of transmission of energy from one particle of the medium to the other, but here each particle of the medium stays at its own position. ഓക്കെ, അപ്പൊ ഒരു പാർട്ടിക്കിൾ ഓഫ് ഒരു മീഡിയത്തിന്റെ ഒരു പാർട്ടിക്കിളിൽ നിന്ന് എനർജി വേറൊരു ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് നമ്മൾ കണ്ടക്ഷൻ പറയുന്നത്. അപ്പൊ അതിന്റെ പൊസിഷൻ ചേഞ്ച് ആവുന്നില്ല, ഓരോ പാർട്ടിക്കിളുടെയും പൊസിഷൻസ് ചേഞ്ച് ആവുന്നില്ല. ഓക്കെ, അപ്പൊ ഫിസിക്സ് കെമിസ്ട്രി ഇതിലൊക്കെ നമുക്ക് കണ്ടക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് എനർജി അതല്ലെങ്കിൽ ഒരു ഇലക്ട്രിക്കൽ ചാർജ് ത്രൂ മെറ്റീരിയൽ ആണ് വരുന്നത്. അപ്പൊ കണ്ടക്ഷൻ നമുക്ക് സോളിഡിലോ ലിക്വിഡിലോ ഗ്യാസസിലോ എവിടെ വേണമെങ്കിലും നമുക്ക് ഒക്യൂർ ആവുന്നുണ്ട്. ഓക്കെ, when conduction of heat occurs, the heat energy is usually transferred from one molecule to another molecules as they are in direct contact with each other. Okay, അപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് പൊസിഷനിൽ ആ ഒരു മോളിക്യൂൾസിന്റെ പൊസിഷനിലൊന്നും ചേഞ്ച് ആവുന്ന വരുന്നില്ല, ജസ്റ്റ് എനർജി ട്രാൻസ്ഫറിങ് മാത്രമാണ് നടക്കുന്നത്. ഒരു മോളിക്യൂളിൽ നിന്ന് വേറൊരു മോളിക്യൂളിലേക്ക് എനർജി ട്രാൻസ്ഫറിങ് മാത്രമാണ് നടക്കുന്നത്. ഓക്കെ, അപ്പൊ കണ്ടക്ഷൻ ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രിക്കലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഒരു മീഡിയത്തിലൂടെ മൂവ് ചെയ്യുന്നത് അല്ലെങ്കിൽ മൂവ്മെന്റ് ആണ് നടക്കുന്നത്. അതാണ് ഡ്യൂറിംഗ് കണ്ടക്ഷൻ ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ഗുഡ് കണ്ടക്ടേഴ്സും അതുപോലെ തന്നെ ബാഡ് കണ്ടക്ടേഴ്സും ഉണ്ട്. ഗുഡ് കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ആ ഒരു ഹീറ്റ് അല്ലെ കറക്റ്റ് ആയിട്ട് പാസ് ചെയ്യണം നമുക്ക്. അതായത് നമുക്ക് ഒരു ഹീറ്റിനെ ഒരു സബ്സ്റ്റൻസിലൂടെ ഹീറ്റ് കറക്റ്റ് ആയിട്ട് പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ ഗുഡ് കണ്ടക്ടേഴ്സ് എന്ന് പറയാൻ പറ്റും. ഹീറ്റ് കണ്ടക്ട് ചെയ്യുന്നതൊക്കെ എന്താണ്? ഗുഡ് ആയിട്ട് ഇലക്ട്രിസിറ്റിയും കണ്ടക്ട് ചെയ്യുന്നുണ്ടാവും. പുവർ അല്ലെങ്കിൽ ബാഡ് കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന ഹീറ്റോ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ഒന്നും തന്നെ കണ്ടക്ട് ചെയ്യാത്ത മെറ്റീരിയലുകളെയാണ് പുവർ കണ്ടക്ടേഴ്സ് അല്ലെങ്കിൽ ബാഡ് കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അടുത്തതാണ് കണ്ടക്ഷൻ. അടുത്തത് സെക്കൻഡ് വൺ ഇസ് ദ കൺവെക്ഷൻ. കൺവെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ബൈ ദ ആക്ച്വൽ മൂവ്മെന്റ് ഓഫ് ദ മീഡിയം പാർട്ടിക്കിൾസ്. അപ്പൊ നമുക്ക് കണ്ടക്ഷനിൽ പ്രത്യേകിച്ച് മൂവ്മെന്റ്സിൽ പാർട്ടിക്കിൾസ് മൂവ്മെന്റ്സ് ഇല്ല എന്നാണ് പറഞ്ഞിരുന്നത്. ഇവിടെ എങ്ങനെ പറഞ്ഞാൽ മീഡിയം ഓഫ് പാർട്ടിക്കിൾസിന് മൂവ്മെന്റ്സ് വരുന്നുണ്ട്, ആക്ച്വൽ മൂവ്മെന്റ്സ് നമുക്ക് ഇവിടെ നടക്കുന്നുണ്ട്. It is a process of transfer by bulk movement of molecules within the fluid such as gases and liquids. അപ്പോൾ ഗ്യാസിലും ലിക്വിഡിലും ഉണ്ടാകുന്ന
മൂവ്മെന്റ്സ് ഓഫ് മോളിക്യൂൾസ് വിത്ത് ഫ്ലൂയിഡ്സ് അല്ലെ. ബൾക്ക് മൂവ്മെന്റ് ആണ് നമുക്കിവിടെ നടക്കുന്നത്. ആ ഒരു ഫ്ലൂയിഡ്സിൽ ഉണ്ടാവുന്ന ഗ്യാസസിലോ ലിക്വിഡ്സിലോ ഉണ്ടാവുന്ന മോളിക്യൂൾസിന്റെ ബൾക്ക് മൂവ്മെന്റ്സ് കാരണമാണ് നമുക്കിവിടെ കൺവെക്ഷൻ ഹീറ്റ് എനർജി ട്രാൻസ്ഫർ ആവുന്നത്. ഓക്കെ, the initial heat and transfer between object and fluid takes place conduction, but the bulk heat transfer happen due to the motion of fluid. അപ്പോൾ നമുക്ക് ഒരു ഇനിഷ്യൽ ഹീറ്റ് ട്രാൻസ്ഫർ നമുക്ക് കണ്ടക്ഷൻ പ്രോസസ് വഴി, അതായത് തൊട്ട് മുമ്പ് പറഞ്ഞ പ്രോസസ് വഴി നമുക്ക് നടക്കും. പക്ഷെ കൺവെക്ഷൻ വഴി മാത്രമാണ് നമുക്ക് ഒരു ബൾക്ക് എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി ട്രാൻസ്ഫറിങ് നടക്കുള്ളൂ. ഓക്കെ, അതാണ് കൺവെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കൺവെക്ഷൻ നമുക്ക് ടു ടൈപ്സ് ഉണ്ട്, നാച്ചുറൽ കൺവെക്ഷനും അതുപോലെ തന്നെ ഫോഴ്സ്ഡ് കൺവെക്ഷനുമാണ് വരുന്നത്. അപ്പോൾ നാച്ചുറൽ കൺവെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡ്യൂ ടു ദി വയലന്റ് ഫോഴ്സസ് there is difference densities caused by the difference in temperature അല്ലേ. നാച്ചുറൽ കൺവെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് എന്തുകൊണ്ടാണ്? വയലന്റ് ഫോഴ്സ് കാരണമാണ്. അവിടെ നമുക്ക് ഒരു ഡെൻസിറ്റികളിൽ ഡിഫറൻസ് വരുന്നുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് ടെമ്പറേച്ചറിലും വേരിയേഷൻ വരും. അതാണ് നമുക്ക് നാച്ചുറൽ കൺവെക്ഷൻ എന്ന് പറയുന്നത്. ഓഷ്യാനിക് വിൻഡ് ഒക്കെ നമുക്ക് നാച്ചുറൽ കൺവെക്ഷന് വരുന്ന എക്സാമ്പിൾസ് ആണ്. ഫോഴ്സ്ഡ് കൺവെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്റ്റേണൽ സോഴ്സസ്, ഫാന്, പമ്പ് ഇതൊക്കെ യൂസ് ചെയ്തിട്ട് കൺവെക്ഷൻ പ്രോസസ് നടക്കുകയാണെങ്കിൽ നമുക്ക് അതിനെ ഫോഴ്സ്ഡ് കൺവെക്ഷൻ എന്ന് പറയാം. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ യൂസിങ് വാട്ടർ ഹീറ്റർ അല്ലെങ്കിൽ ജെയ്സേഴ്സ് ഫോർ ഇൻസ്റ്റന്റ് ഹീറ്റിംഗ് ഓഫ് വാട്ടർ, അല്ലെങ്കിൽ യൂസിങ് ഫാൻ ഓൺ എ ഹോട്ട് സമ്മർ ഡേ, ഇതൊക്കെ നമുക്ക് എന്താണ് വരുന്നത്? ഫോഴ്സ്ഡ് കൺവെക്ഷൻ ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ കൺവെക്ഷന്റെ 2 ടൈപ്സ് ആണ് നമ്മൾ നോക്കിയത്. അടുത്തതാണ് റേഡിയേഷൻ എന്ന് പറയുന്നത്. മൂന്നാമത്തെ പ്രോസസ് ആണ് റേഡിയേഷൻ എന്ന് പറയുന്നത്. ഇവിടെ എങ്ങനെയാണ്? ഹീറ്റ് ട്രാൻസ്ഫർ ഇൻ വിച്ച് ഹീറ്റ് ഡയറക്ട്ലി പാസ്ഡ് ഫ്രം വൺ ബോഡി ടു അതർ ബോഡി വിത്തൗട്ട് എഫക്റ്റിംഗ് ദ മീഡിയം. മീഡിയത്തിന് പ്രത്യേകിച്ച് എഫക്റ്റ് ഒന്നും പറ്റാതെ ഒരു ബോഡിയിൽ നിന്ന് വേറൊരു ബോഡിയിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് റേഡിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് to explain the heat transfer by radiation, it is now universally accepted that all bodies at all temperatures and all times are emitting energy. അപ്പൊ നമുക്ക് ഇത് യൂണിവേഴ്സലി അക്സെപ്റ്റബിൾ ആണ് നമുക്ക് അല്ലെ. അപ്പൊ ഈ ഒരു എനർജി, അപ്പൊ നമുക്ക് ആ ഒരു എനർജി ട്രാൻസ്ഫറിങ് നടക്കുന്നുണ്ടല്ലോ, ആ ഒരു ബോഡിയിൽ നിന്ന് വേറൊരു ബോഡിയിലേക്ക് മീഡിയത്തിന് പ്രത്യേകിച്ച് എഫക്ട് ഒന്നും ചെയ്യാത്ത രീതിയിൽ ട്രാൻസ്ഫർ ആകുന്നത്, ആ ഒരു എനർജിയെ നമുക്ക് റേഡിയന്റ് എനർജി എന്ന് പറയാം. ദാറ്റ് ഈസ് ഇൻ ദ ഫോം ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആണ്. ഓക്കെ, ഇതിന് റിലേറ്റഡ് ആയിട്ട് കുറച്ച് പോയിന്റുകൾ വരുന്നത് എന്തൊക്കെയാണെന്ന്, റേഡിയേഷൻ എന്ന് പറയുന്നത് ഫാസ്റ്റസ്റ്റ് മോഡ് ഓഫ് ദ ഹീറ്റ് ട്രാൻസ്ഫർ ആണ്. ഒരു സ്ഥലത്ത് നിന്നും വേറൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിനുള്ള ഫാസ്റ്റസ്റ്റ് മോഡ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റേഡിയേഷൻ ആണ്. ഓക്കെ, അപ്പൊ നമുക്കിതൊരു സ്പീഡിന്റെ ലൈറ്റിന്റെ സ്പീഡിനനുസരിച്ചിട്ടായിരിക്കും ട്രാൻസ്ഫർ ചെയ്യുന്നത്. ദാറ്റ് ഈസ് 3 × 10⁻⁻m per ആ ഒരു വേഗതയിലാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, as all bodies radiate energy at all temperature and at all times, എല്ലാ ബോഡിയും എന്ത് ചെയ്യുന്നുണ്ട്? എനർജി റേഡിയേറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാ ടെമ്പറേച്ചറിലും അതുപോലെ തന്നെ എല്ലാ ടൈമിലും. ഓക്കെ, സോ റേഡിയേഷൻ ഫ്രം എ ബോഡി ക്യാൻ ബി നെവർ സ്റ്റോപ്ഡ്. പക്ഷെ നമുക്ക് ഒരു ബോഡിയിൽ നിന്നുള്ള റേഡിയേഷൻ നമുക്ക് ഒരിക്കലും നിർത്താനായിട്ട് സാധിക്കില്ല, പക്ഷെ നമുക്കത് മിനിമൈസ് ചെയ്യാനായിട്ടേ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു റഫ് ആൻഡ് ഡാർക്ക് സർഫേസസ് എന്ന് പറയുന്നത് നമുക്ക് ഗുഡ് അബ്സോർബ്സ് ആണ്. ഹീറ്റിന്റെ ഗുഡ് അബ്സോർബ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? റഫും ഡാർക്കും. ഡാർക്ക് എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ആണ് കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, എന്നാൽ ഷൈനിങ് ആയിട്ടുള്ളതും സ്മൂത്ത് സർഫേസസ് എന്നൊക്കെ പറയുന്നത് ഈ ഒരു ഹീറ്റിന്റെ ആ ഒരു ഹീറ്റിന് ഭയങ്കര ഒരു റിഫ്ലക്റ്റേഴ്സ് ആണ്, ഗുഡ് റിഫ്ലക്റ്റേഴ്സ് ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ റഫും ഡാർക്ക് സർഫേസസും ആണെങ്കിൽ ദേ ആർ വെരി ഗുഡ് അബ്സോർബ്സ് ഓഫ് ഹീറ്റ് ആണ്. എന്നാൽ സ്മൂത്ത് ആൻഡ് ഷൈനിങ് സർഫേസസ് ആണെങ്കിൽ ദേ ആർ വെരി ഗുഡ് റിഫ്ലക്റ്റേഴ്സ് ഓഫ് ഹീറ്റ് റേഡിയേഷൻസ് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ഹീറ്റ് എന്നുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ടോപ്പിക് എന്താണെന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ ആണ്. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടെമ്പറേച്ചർ എന്താണെന്നാണ്. ഓക്കെ, ഇപ്പോ ഒരു ഹോട്ട് ബോഡി നമ്മളൊരു കോൾഡ് ബോഡിയുടെ അടുത്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, കുറച്ച് നേരങ്ങൾക്ക് ശേഷം നമ്മൾ നോക്കുമ്പോൾ എന്താണ്? ആ ഒരു ഹോട്ട് ബോഡി എന്ന് പറയുന്നത് അതിന്റെ ചൂട് കുറയുകയും ആ കോൾഡ് ബോഡി എന്ന് പറയുന്നത് കുറച്ച് കോൾഡ് കുറയും, അതായത് കുറച്ച് ചൂടാവാനായിട്ട് ചൂട് കൂടുമ്പോൾ എന്താവും? അവിടുത്തെ തണുപ്പ് കുറച്ച് കുറയും. കാരണം എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഹോട്ട് ബോഡിയിൽ നിന്നും ഈ പറയുന്ന ഹീറ്റ്, ചൂട് എന്ന് പറയുന്നത് ഈ കോൾഡ് ബോഡിയിലേക്ക് ട്രാൻസ്ഫർ ആവുകയാണ്. ഓക്കെ, അല്ലെങ്കിൽ ഒഴുകുകയാണ്, ഫ്ലോ ആവുകയാണ്. അപ്പൊ നമുക്ക് ആ ഒരു ബോഡി എന്താണ് പറയുന്നത്? ഏതിൽ നിന്നാണോ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ആ ഒരു ഹീറ്റ് നഷ്ടപ്പെട്ടിരിക്കുന്നത് അവിടെയാണ് നമുക്ക് ഹയർ ടെമ്പറേച്ചർ എന്ന് പറയാം. അതേപോലെ തന്നെ എവിടെയാണോ റിസീവ് ചെയ്തിരിക്കുന്നത് അവിടെയാണ് ലോവർ ടെമ്പറേച്ചർ ഉണ്ടായിരുന്നത്. അപ്പോൾ എന്താ നമുക്ക് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്? നമുക്ക് ആ ഒരു ഡയറക്ഷൻ ഓഫ് ഫ്ലോ, ആ ഒരു ഹീറ്റിന്റെ ഡയറക്ഷൻ, നമുക്ക് ഫ്ലോ ഡയറക്ഷൻ എന്താണെന്നുള്ളത് കാണിക്കാൻ പറ്റും അല്ലെ. അപ്പൊ നമുക്ക് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഇറ്റ് ഈസ് എ ക്വാണ്ടിറ്റി വിച്ച് ടെൽസ് ദ തെർമൽ സ്റ്റേറ്റ് ഓഫ് എ ബോഡി അല്ലെ. ആ ഒരു ഒരു ബോഡിയുടെ തെർമൽ സ്റ്റേറ്റ് നമുക്ക് തരുന്ന ആ ഒരു ക്വാണ്ടിറ്റിനെയാണ് നമ്മൾ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ തെർമൽ സ്റ്റേറ്റ് ഓഫ് ബോഡി എന്ന് പറഞ്ഞെങ്കിൽ എന്താണ്? അതൊരു ഹോട്ട്നെസ് ആകാം, അതല്ലെങ്കിൽ ആ ഒരു കോൾഡ്നെസ്, രണ്ടും ആകാം അല്ലെ. രണ്ടും തെർമൽ സ്റ്റേറ്റ് ആണ് പറയുന്നത്.
It determines the direction of flow of heat when two bodies at different temperature are placed in contact. രണ്ട് ഡിഫറെന്റ് ടെമ്പറേച്ചറിലുള്ള രണ്ട് ബോഡികൾ നമ്മൾ അടുത്ത് വെക്കുമ്പോൾ അതിലുണ്ടാകുന്ന ഡയറക്ഷൻ ഓഫ് ഫ്ലോ, ആ ഒരു ഹീറ്റിന്റെ ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഡിറ്റർമൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞൊരു ക്വാണ്ടിറ്റി യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് അറിയുന്നതാണ് ടെമ്പറേച്ചർ എന്താണെന്ന് പറഞ്ഞാൽ ഞാനൊരു ഡെഫിനിഷൻ വൈസ് ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഇപ്പോൾ if there is no transfer of heat between two bodies placed in contact, അപ്പോൾ നമുക്കിപ്പോൾ പറയണം, നമ്മൾ പറഞ്ഞു രണ്ട് ബോഡികൾ ഡിഫറെന്റ് ടെമ്പറേച്ചറിലുള്ള രണ്ട് ബോഡികൾ വെച്ചപ്പോൾ അവിടെ ഹീറ്റ് ട്രാൻസ്ഫർ നടന്നു എന്ന് പറഞ്ഞു. ഇഫ് സപ്പോസ് രണ്ട് ബോഡികൾ നമ്മൾ അടുത്തടുത്ത് വെച്ച് അവിടെ പ്രത്യേകിച്ച് ഹീറ്റ് ട്രാൻസ്ഫർ ഒന്നും നടന്നിട്ടില്ലെങ്കിൽ നമുക്ക് പറയാം ആ രണ്ട് ബോഡിയും സെയിം ടെമ്പറേച്ചർ ആണെന്ന് പറയാം, പക്ഷെ ഈക്വൽ എമൗണ്ട് ഓഫ് ഹീറ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, അവയ്ക്ക് ഈക്വൽ എമൗണ്ട് ഓഫ് ഹീറ്റ് ആണെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ നമുക്ക് എന്ത് പറയാം, ദേ ആർ ഇൻ സെയിം ടെമ്പറേച്ചർ ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, സെയിം ടെമ്പറേച്ചർ ആണെന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ, ഈക്വൽ എമൗണ്ട് ഓഫ് ഹീറ്റ് ആണ് അതിലുള്ളതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, ഇൻ ഫാക്ട് ദ ടെമ്പറേച്ചർ alone does not tell us the quantity of heat energy contained in the body. അപ്പോൾ നമുക്ക് പറയാം ടെമ്പറേച്ചറിന് മാത്രമായിട്ട് ആ ടെമ്പറേച്ചർ ഒരു ക്വാണ്ടിറ്റി മാത്രം യൂസ് ചെയ്തിട്ട് നമുക്ക് അതിലുണ്ടാകുന്ന ഹീറ്റ് എത്രത്തോളം ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം, we find that by giving the same quantity of heat energy to different bodies, they get heated to different temperature. അല്ലേ, ഇപ്പൊ നമ്മൾ സെയിം ഹീറ്റ് ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ, സെയിം ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ആ ബോഡികളുടെ അനുസരിച്ചിട്ടായിരിക്കും, അല്ലെ, ആ ഒരു ബോഡിയുടെ എങ്ങനെയാണോ അതിനനുസരിച്ചിട്ടായിരിക്കും നമുക്ക് അവിടെ ടെമ്പറേച്ചർ ചേഞ്ച് ആവുന്നത്. amount of heat energy contained in a body depends on mass. അപ്പോൾ നമുക്ക് ആ ഒരു ബോഡിയുടെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ടെമ്പറേച്ചർ, അതുപോലെ തന്നെ ആ ഒരു മെറ്റീരിയൽ ഓഫ് ദ ബോഡി, ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ആ ഒരു ഹീറ്റ് ട്രാൻസ്ഫർ നമുക്ക് നടക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു ഹീറ്റ് മാത്രം അല്ലെങ്കിൽ ഒരു ടെമ്പറേച്ചർ എന്ന ക്വാണ്ടിറ്റി യൂസ് ചെയ്ത് മാത്രം നമുക്ക് ആ ഒരു ബോഡിയുടെ ടോട്ടൽ ഹീറ്റ് എത്രയാന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കില്ല. ഓക്കെ, ഇനി ടെമ്പറേച്ചറിന്റെ യൂണിറ്റ് എന്താന്ന് നോക്കാം. SI യൂണിറ്റ് ഓഫ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് കെൽവിൻ ആണ്. അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന സിമ്പിൾ എന്ന് പറയുന്നത് K ആണ്. മോസ്റ്റ് ആയിട്ട് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ടെമ്പറേച്ചർ എന്താണ്, ഡിഗ്രി സെൽഷ്യസ് ആണ്, അല്ലെ, ഡിഗ്രി സെൽഷ്യസ് എന്നുള്ളതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, then some of the properties അല്ലെങ്കിൽ some of the important characteristics എന്തൊക്കെയാണെന്ന് നോക്കാം. ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റികളിൽ ഒന്നാണ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊരു സ്കെയിലാർ ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ്. നമുക്ക് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഒരു തെർമൽ സ്റ്റേറ്റ് ഓഫ് ദ ബോഡി, അല്ലെ, അത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഒരു എഫക്റ്റ് ഓഫ് കോസ് ഹീറ്റിന്റെ ഒരു എഫക്റ്റ് ആണെന്ന് നമുക്ക് പറയാം, അല്ലെ, ഹീറ്റ് കാരണം ഉണ്ടാകുന്ന ഒരു കാരണമാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇപ്പൊ രണ്ട് ബോഡീസുകൾ തെർമൽ ഇക്വിലിബ്രിയം ആണെങ്കിൽ അവയുടെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. സെയിം ടെമ്പറേച്ചർ ആണെങ്കിൽ നമുക്ക് അതിനെ തെർമൽ ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയാം രണ്ട് ബോഡികളെ. ഓക്കെ, പ്രൊഡക്ഷൻ ആൻഡ് മെഷർമെന്റ് ഓഫ് വെരി ലോ ടെമ്പറേച്ചറിന് നമ്മൾ പറയുന്നതാണ് ക്രയോജെനിക്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ വളരെ ലോ ടെമ്പറേച്ചറിന്റെ പ്രൊഡക്ഷനും മെഷർമെന്റിനെയും പറയുന്ന പേരാണ് ക്രയോജെനിസ്. എന്നാൽ വളരെ ഹൈ ടെമ്പറേച്ചറിന്റെ പ്രൊഡക്ഷൻ അതുപോലെ തന്നെ അതിന്റെ മെഷർമെന്റിനെ പറയുന്നതാണ് പൈറോമെട്രി എന്ന് പറയുന്നത്. സൈറോജെനിക്സും പൈറോമെട്രിയും, ആ വേർഡ്സ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, ഇനി what are the main difference between heat and temperature? Heat എന്ന് പറഞ്ഞൊരു ക്ലാസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. Then what are the main difference between the heat and temperature എന്ന് നോക്കാം. ഓക്കെ, heat is the energy stored inside an object. ഒരു ഒബ്ജക്റ്റിന്റെ ഉള്ളിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന എനർജിനെയാണ് നമുക്ക് ഹീറ്റ് എന്ന് പറയുന്നത്. എന്നാൽ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്, coldness or hotness of an object is measured by temperature. ചൂടോ അതല്ലെങ്കിൽ തണുപ്പ്, ഇത് രണ്ടും മെഷർ ചെയ്യുന്നതാണ്, ടെമ്പറേച്ചർ യൂസ് ചെയ്തിട്ടാണ് മെഷർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഹീറ്റിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് ജൂൾ ആണ്. ഇവിടെ നമുക്ക് കെൽവിൻ ആണ് ടെമ്പറേച്ചറിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത്. The amount of heat energy contained in an object depends on its mass, temperature and material, which is the specific heat capacity. അപ്പോൾ ഒരു ഹീറ്റ് എത്രയൊക്കെ അതിലുണ്ടെന്നുള്ളത് അറിയുന്നെങ്കിൽ അതിൽ എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, മാസ്, ടെമ്പറേച്ചർ, മെറ്റീരിയൽ, ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഹീറ്റ് എന്ന് പറയുന്നത്. എന്നാൽ ടെമ്പറേച്ചർ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് അവയുടെ ആവറേജ് കൈനറ്റിക് എനർജി, അല്ലെ, ആ ഒരു മോളിക്യൂൾസ് അല്ലെങ്കിൽ പാർട്ടിക്കിൾസിന്റെ ആവറേജ് കൈനറ്റിക് എനർജിനെയാണ് ഈ ടെമ്പറേച്ചർ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. The heat can be measured using principle of calorimetry or principle of method of mixers. ഈ രണ്ട് മെത്തേഡ് യൂസ് ചെയ്ത് നമുക്ക് ഹീറ്റ് മെഷർ ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ തെർമോമീറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിവൈസ് അല്ലെങ്കിൽ ആ ഒരു ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്തിട്ടാണ് ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഫീവർ ഒക്കെ ആയിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമുക്ക് അറിയുന്നതാണ് ഒരു മെർക്കുറി തെർമോമീറ്റർ യൂസ് ചെയ്തിട്ട്. അപ്പൊ അങ്ങനെയുള്ള തെർമോമീറ്റർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നത്, ബോഡി ടെമ്പറേച്ചർ. ഓക്കെ, two bodies that have a similar amount of heat energy can differ in their temperature. രണ്ട് ബോഡികൾക്ക് സിമിലർ എമൗണ്ട് ഓഫ് ഹീറ്റ് ആണെങ്കിൽ അവയുടെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കാം. എന്നാൽ ഇവിടെ അതുപോലെ തന്നെ സെയിം ടെമ്പറേച്ചർ ആണെങ്കിൽ ഡിഫറെന്റ് എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി ആയിരിക്കും നമുക്ക് അവിടെ ഉണ്ടാകുന്നത്. ഓക്കെ,
When two bodies are in contact, the total amount of heat energy is the sum of the heat energy of the each object. ഇപ്പോൾ രണ്ട് ബോഡികൾ തമ്മിൽ കോണ്ടാക്ട് ഉണ്ടെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ടോട്ടൽ സം ഓഫ് ഹീറ്റ് എനർജി എന്ന് പറയുന്നത് എന്തായിരിക്കും? രണ്ട് ബോഡികളുടെയും കൂടി ആഡ് ചെയ്യണം. ഓക്കെ, എന്നാൽ രണ്ട് ഒബ്ജക്റ്റുകൾ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണെങ്കിൽ അവയുടെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് കെപ്റ്റ് ഇൻ കോണ്ടാക്ട് ആണെങ്കിൽ റിസൾട്ടന്റ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് രണ്ട് വിവിധ ടെമ്പറേച്ചർ ബിറ്റ്വീൻ ദ ടു ടെമ്പറേച്ചർ, രണ്ട് ബോഡികൾ തമ്മിലുണ്ടാകുന്ന ടെമ്പറേച്ചർ ആയിരിക്കും നമുക്ക് വരുന്നത്. ഓക്കെ, ഹീറ്റ് എന്ന് പറയുന്നത് ഒരു എബിലിറ്റി ടു ഡു വർക്കാണ്. ഹീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു എബിലിറ്റി ടു ഡു വർക്കാണ്. ടെമ്പറേച്ചർ എന്ന് പറയുന്നത് നമുക്ക് മെഷർ ദ ഡിഗ്രി ഓഫ് ഹീറ്റ്, ആ ഒരു ഹീറ്റിന്റെ ഡിഗ്രി മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ടെമ്പറേച്ചർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, heat is the measure of how many molecules are in object multiplied by how much energy each molecule possesses. അല്ലെ, ഹീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു ഒബ്ജക്റ്റിൽ എത്ര മോളിക്യൂൾസ് ഉണ്ടോ ആ ഓരോ മോളിക്യൂൾസും എത്രത്തോളം എനർജി പൊസസ് ചെയ്തിട്ടുണ്ടോ അതിന്റെ ഒരു മെഷർ ആണ് ഹീറ്റ് എന്ന് പറയുന്നത്. ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് റിലേറ്റഡ് ഹൗ ഫാസ്റ്റ് ദ മോളിക്യൂൾസ് മൂവ് വിത്തിൻ ദ ഒബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റിന്റെ ഉള്ളിൽ എത്ര ഫാസ്റ്റ് ആയിട്ട് മോളിക്യൂൾസ് മൂവ് ചെയ്യുന്നുണ്ടോ അതിനെയാണ് നമുക്ക് ടെമ്പറേച്ചർ എന്ന് പറയാൻ പറ്റുക, അല്ലെങ്കിൽ ടെമ്പറേച്ചർ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. The heat flows from hotter bodies to colder body. അല്ലെ, നമുക്കറിയാം ഒരു ഹീറ്റ് എന്ന് പറയുന്നത് കൂടുതൽ ചൂടുള്ളിടത്ത് നിന്ന് കുറഞ്ഞ ചൂടുള്ളിലേക്കായിരിക്കും മൂവ് ചെയ്യുന്നത്. എന്നാൽ ടെമ്പറേച്ചർ എങ്ങനെയായിരിക്കും? ഹീറ്റഡ്, അതായത് ടെമ്പറേച്ചർ നമുക്ക് ഹീറ്റ് കൂടുന്നതിനനുസരിച്ച് ഹീറ്റ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ടെമ്പറേച്ചർ കൂടും. എന്നാൽ കൂൾ ചെയ്തിട്ടുണ്ടെങ്കിലോ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഡിക്രീസ് ആകും. ഓക്കെ, ഇതാണ് മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ. ഓക്കെ, അടുത്തതാണ് തെർമോമീറ്റർ. അപ്പൊ നമുക്ക് അറിയുന്നതാണ് എന്താ തെർമോമീറ്റർ എന്ന് പറഞ്ഞാൽ, അല്ലെ. അപ്പൊ തെർമോമീറ്റർ എന്ന് പറഞ്ഞ ഒരു ഡിവൈസ് ഒരു ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഒരു ടെമ്പറേച്ചർ ഗ്രേഡിയന്റ് മെഷർ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു ഡിവൈസ് ആണ് തെർമോമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ടെമ്പറേച്ചർ ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നുമല്ല, നമ്മുടെ ആ ഒരു ഹോട്ട്നെസ് അല്ലെങ്കിൽ കോൾഡ്നെസിന്റെ ഒരു ഡിഗ്രി, ആ ഒരു ഡിഗ്രിയിൽ മെഷർ ചെയ്യുന്നതിനാണ് നമ്മൾ ടെമ്പറേച്ചർ ഗ്രേഡിയന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു തെർമോമീറ്റർ എന്ന് പറഞ്ഞാൽ ആ ഒരു ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഒരു ടെമ്പറേച്ചർ ഗ്രേഡിയന്റ് മെഷർ ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് തെർമോമീറ്റർ എന്ന് പറയുന്നത്. ഇതിന് നമുക്കറിയാം രണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് രണ്ട് എലമെന്റുകൾ ഉണ്ട്. ഒന്ന് ടെമ്പറേച്ചർ സെൻസർ ആണ്, അല്ലെ. ഇപ്പൊ നമ്മളിപ്പോ നമുക്ക് ആ ഒരു സെൻസ് ചെയ്യണം, ടെമ്പറേച്ചർ എത്രത്തോളം ആണെന്നുള്ളത് സെൻസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു മെർക്കുറി ആ ഒരു ഗ്ലാസ്സിൽ നമുക്ക് തെർമോമീറ്റർ ഉണ്ടാകും, നമുക്ക് ഒരു ചെറിയൊരു സെൻസർ നമ്മൾ അതിൽ ഉണ്ടാകും, അല്ലെ. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു ടെമ്പറേച്ചറിൽ എന്തെങ്കിലും ഒരു വേരിയേഷൻ, ഇപ്പൊ നമ്മുടെ ഒരു ബോഡി ടെമ്പറേച്ചറോ അത് എന്തെങ്കിലും ആണെങ്കിൽ തന്നെ നമുക്ക് ആ ഒരു വേരിയേഷൻ സെൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു സെൻസർ നമുക്ക് ഉണ്ടാകും. അടുത്തതെന്ന് പറയുന്നത് ഈ പറയുന്നത് നമ്മൾ സെൻസ് ചെയ്തിരിക്കുന്ന ഒരു ടെമ്പറേച്ചർ വാല്യൂനെ ഒരു ന്യൂമറിക്കൽ വാല്യൂ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പോർഷൻ. ഓക്കെ, അപ്പൊ നമുക്കൊരു ടെമ്പറേച്ചർ വേരിയേഷൻസ് സെൻസ് ചെയ്യുകയും വേണം. ആ ഒരു സെൻസ് ചെയ്തിട്ടുള്ള വാല്യൂസിനെ നമുക്ക് റീഡബിൾ ആയിട്ടുള്ള ഹ്യൂമൻ റീഡബിൾ ആയിട്ടുള്ള ആ ഒരു ന്യൂമറിക്കൽ വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഡിവൈസ്, ഒരു പോർഷൻ. ഓക്കെ, ഇത്രയാണ് നമുക്കൊരു തെർമോമീറ്ററിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഭാഗങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുള്ള കാര്യങ്ങൾ. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്തൊക്കെയാണ്? ഹീറ്റും അതുപോലെ തന്നെ തെർമോമീറ്ററും ആണ്. ഓക്കെ, അപ്പൊ ഹീറ്റിനെ കുറിച്ച് നമുക്ക് കുറേ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഓരോ എക്സ്റ്റൻഷൻസ് എന്താണ്, പിന്നെ അതുപോലെ തന്നെ സ്പെസിഫിക് ഹീറ്റ് എന്താണ്, ലാറ്റൻ ഹീറ്റ് എന്താണ്, പിന്നെ ടെമ്പറേച്ചർ, ആ ഒരു ഹീറ്റിന്റെ കുറെ ട്രാൻസ്ഫറിങ് മെത്തേഡുകൾ ഉണ്ടായിരുന്നു, റേഡിയേഷൻ, കൺവെക്ഷൻ, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. അതിനുശേഷം ടെമ്പറേച്ചർ എന്താണെന്ന് നോക്കി, പിന്നെ ടെമ്പറേച്ചറും ഹീറ്റും തമ്മിലുള്ള ഒരു ഡിഫറൻസ് കമ്പാരിസൺ ടേബിൾ എന്താണെന്ന് നോക്കിയിട്ടുണ്ട്, അല്ലെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, താങ്ക് യു.